നമസ്കാരം. അണിയറ ആരംഭിക്കുകയാണ്. പുറമേ നിന്ന് നോക്കിയാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ കാര്യങ്ങൾ അത്ര ആശ്വാസകരമല്ല. പറഞ്ഞു വരുന്നത് കേരളത്തിൽ യുവാക്കൾക്കിടയിൽ ലഹരിമരുന്ന് ഉപയോഗം കൂടുന്നുവെന്നാണ്. ലഹരി വരും വഴി തേടുകയാണ് അണിയറ ഇത്തവണ. മുന്നിലോളങ്ങളാകെ ആടി നിൽക്കും കണ്ണിലാകാശഗോളം തെന്നി മിന്നി പോയി പോയി. സിനിമ ഇറങ്ങും മുൻപേ കേരളം കേട്ടതാണ് ഇടുക്കി ഗോൾഡ് എന്ന്. ഇടുക്കിയുടെ സ്വന്തം കഞ്ചാവ്. ആയിരത്തി 1980 വരെ ഇടുക്കി ജില്ലയിൽ കഞ്ചാവ് കൃഷി വ്യാപകമായിരുന്നു. ജില്ലയുടെ ഭൂപ്രകൃതി തന്നെയാണ് കഞ്ചാവ് കൃഷിക്കാരെ ആകർഷിച്ചിരുന്നത്. കൊടും കാടിനുള്ളിൽ സ്ഥലം വെട്ടിത്തെളിച്ച് കൃഷിയിറക്കും. പോലീസിന്റെയോ എക്സൈസിന്റെയോ കണ്ണിൽപ്പെടാതെ വിളവെടുക്കും. അതീവ രഹസ്യമായിട്ടായിരുന്നു എല്ലാം. ഇടുക്കിയിലെ വനമേഖലകളായിരുന്ന കമ്പംകല്ല്, കടവരി, സൂര്യനെല്ലി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കഞ്ചാവ് കൃഷി വ്യാപകമായിരുന്നത്. ഇടുക്കിയുടെ കഞ്ചാവ് പെരുമ ഒരുപാട് നാടുകളിലെത്തി. ഇടുക്കി ഗോൾഡ് ഒരു ബ്രാൻഡ് നെയിമായി വളരുകയും ചെയ്തു. ആയിരത്തി 1990കളുടെ തുടക്കം. കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ഇടുക്കി ജില്ലയിലെ മുണ്ടിയരുമയിൽ സംസ്ഥാനത്ത് ആദ്യമായി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലവിൽ വന്നു. കഞ്ചാവ് വേട്ടയും വ്യാപകമായി. കാടുകൾ തോറും പരിശോധനകൾ നടന്നു. 1990കളുടെ ഒടുവിലായപ്പോഴേക്കും ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് കൃഷി ഏറെക്കുറെ പൂർണ്ണമായി പടിയിറങ്ങി. പണ്ട് കഞ്ചാവിന്റെ പേരിലും അറിയപ്പെട്ടിരുന്ന നാടാണ് ഇടുക്കി. ഇപ്പോൾ ഏറെക്കുറെ കഞ്ചാവ് മുക്തമാണ് ഇടുക്കി. എന്നാലും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്ന കഞ്ചാവ് ഇടുക്കി കഞ്ചാവ് എന്ന പേരിൽ ഇപ്പോഴും വിറ്റുപോകുന്നുണ്ട്. ഇപ്പോൾ ഇടുക്കിയിൽ കഞ്ചാവ് കൃഷി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇടുക്കിയുടെ കഞ്ചാവ് എന്ന ബ്രാൻഡ് നെയിം ഒരു വാണിജ്യ തന്ത്രമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇടുക്കിയിലേക്ക് ഇപ്പോൾ കഞ്ചാവ് എത്തുന്നത്. പ്രധാനമായും ആന്ധ്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്ന്. ഇവിടങ്ങളിൽ നിന്ന് ഇടുക്കിയിലെത്തിക്കുന്ന കഞ്ചാവ് ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ വിറ്റഴിക്കുന്നതാണ് കഞ്ചാവ് മാഫിയകളുടെ വാണിജ്യതന്ത്രം. ഇത്തരം കഞ്ചാവ് കടത്തിനും വിപണനത്തിനും ചുക്കാൻ പിടിക്കുന്നത് ജില്ലയിൽ നിന്നുള്ളവർ തന്നെയാണ്, പ്രധാനമായും യുവാക്കൾ. ജില്ലയിൽ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത 900 കഞ്ചാവ് കേസുകളിൽ 60% പിടിയിലായത് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കളാണ്. കുമളി, കമ്പംമെട്ട്, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് കഞ്ചാവ് കടത്ത് നടക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച് പിന്നീട് കടത്തുകാരായി മാറുന്നവരാണ് കൂടുതലും. പിടിക്കപ്പെട്ടാലും നിയമത്തിലെ പഴുതുകളാണ് തുണയാകുന്നത്. 1 കിലോ കഞ്ചാവിൽ താഴെയാണ് കൈവശം വെക്കുന്നതെങ്കിൽ 3 മാസമാണ് തടവ്. പിടിക്കപ്പെടുന്നവർ തന്നെ വീണ്ടും കടത്തുകാരായി തുടരുന്നു. ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപഭോക്താക്കളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നുവെന്നാണ് UN റിപ്പോർട്ട്. ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹെറോയിൻ ഉപയോഗം ഇന്ത്യയിലാണ്. രാജ്യത്ത് 3 ദശലക്ഷം ഹെറോയിൻ ഉപഭോക്താക്കളുണ്ടെന്നും ഇതിലേറെയും വിദ്യാർത്ഥികളാണെന്നും UNന്റെ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ് വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. കോളേജുകളിൽ മാത്രമല്ല, സ്കൂളുകളിലും ഇപ്പോൾ ലഹരി എത്തുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്താണ് വേണ്ടത്? ബോധവൽക്കരണമോ അതോ തടയാനുള്ള നടപടികളോ? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ മയക്കുമരുന്ന് ഉപയോഗം 15 മടങ്ങിലധികം വർദ്ധിച്ചെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നവരായി കേരളത്തിൽ 98.4 ലക്ഷം പേരുണ്ട്. ഇതിൽ യുവാക്കളാണ് കൂടുതലും.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ കണക്കനുസരിച്ച് 70% കുട്ടികൾ ഒരിക്കലെങ്കിലും മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നു എന്നാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് സർക്കാർ ഇതര ഏജൻസി നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ശരാശരി 13.5 വയസ്സിൽ തന്നെ കുട്ടികൾ ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നു എന്നാണ്. കുട്ടികളിലെ ലഹരിമരുന്ന് ഉപയോഗം ആശങ്കയുണ്ടാക്കും വിധം കൂടുന്നുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 6 മാസത്തിനിടെ പിടിയിലായ 100 മയക്കുമരുന്ന് കച്ചവടക്കാരിൽ 90 പേരും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തിയിരുന്നവരാണ്. കഞ്ചാവും ഹെറോയിനും മാത്രമല്ല വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിൽക്കപ്പെടുന്നത്. ലഹരിക്കായി ഒട്ടേറെ പുതുവഴികൾ തേടുകയാണ് യുവതലമുറ. വൈറ്റ്നർ, SR ഫെവിക്കോൾ, LSD, MDMA എന്നിങ്ങനെ ആ പട്ടിക നീളുകയാണ്. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപത്തായി മയക്ക് ഗുളികകൾ, ലഹരി മിഠായികൾ, പെൻ സിഗരറ്റ്, ഇഞ്ചക്ഷൻ രൂപത്തിലെല്ലാം ലഹരിമരുന്നുകൾ സുലഭമാണ്. കഞ്ചാവ് വലിച്ചും മുടി വളർത്തിയും ഒരു കാലത്ത് തീവ്ര രാഷ്ട്രീയം പറഞ്ഞിരുന്നു കേരളത്തിലെ യുവാക്കൾ. ഇപ്പോൾ അവർ പറയുന്നത് അരാഷ്ട്രീയമാണ്. ഉപയോഗിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത ലഹരിമരുന്നുകൾ. 12 മുതൽ 20 മണിക്കൂർ വരെ ലഹരി നിലനിർത്തുന്നവയാണ് ഇതിൽ പലതും. പ്രിൻസ് എന്നും പാർട്ടി ഡ്രഗ് എന്നും അറിയപ്പെടുന്ന LSD ഒരു മൈക്രോ സിം കാർഡിന്റെ 4 വലിപ്പത്തിലാണ് കുട്ടികളിൽ എത്തുന്നത്. 1000 രൂപ വില വരുന്ന 10 ഗ്രാം കഞ്ചാവിന്റെ 4 ഇരട്ടി ലഹരിയാണ് 2000 രൂപയുടെ LSD സ്റ്റാമ്പ് നാക്കിലൊട്ടിച്ചാൽ ഒരു ദിവസം മുഴുവൻ ലഭിക്കുക. ഒരിക്കൽ ഉപയോഗിക്കുന്നവർ ഇതിന് അടിമപ്പെടുകയാണ് പതിവ്. നാരങ്ങാനീരിൽ ഹെറോയിൻ ചേർത്ത് കുത്തിവെക്കുന്നവരും സാക്കറി പേപ്പറിൽ ബ്രൗൺ ഷുഗർ ചൂടാക്കി വലിക്കുന്നവരുമൊക്കെയുണ്ട്. കേരളത്തിൽ ലഹരിമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതായി എക്സൈസ് വകുപ്പിന്റെ കണക്കുകളും വ്യക്തമാക്കുന്നു. 2010 മുതൽ നാർക്കോട്ടിക് കേസുകൾ വർദ്ധിക്കുകയാണ്. 2010 273 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2015 കേസുകളുടെ എണ്ണം 1425 2016 ഇത് 2982 ഉയർന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ കേരളമാണ്. ഏറ്റവും കൂടുതൽ ലഹരിമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതും ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായതും പരിഗണിച്ച് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ലഹരി വ്യാപിക്കുന്ന ഇന്ത്യൻ നഗരങ്ങളെ കണ്ടെത്തിയതിൽ അമൃത്സറും പൂനെയും കൊച്ചിയും ആദ്യ 3 സ്ഥാനത്തായിരുന്നു. ഏറ്റവും വേഗത്തിൽ വളരുന്ന കൊച്ചിയിൽ ലഹരി മാഫിയകളുടെ വളർച്ചയും വേഗത്തിലാണ്. രാജ്യത്തെ 19 നഗരങ്ങളിലെ ശരാശരി കുറ്റകൃത്യ വർധനവ് 6.5% മാത്രമെങ്കിൽ കൊച്ചിയിൽ ഇത് 27%. കൊച്ചിയിൽ ലഹരിമരുന്നുപയോഗം വർദ്ധിക്കുന്നത് സംസ്ഥാനത്തെ പൊതുസ്ഥിതി വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോടും ലഹരി മാഫിയയുടെ പ്രവർത്തനം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് അടുത്തിടെയുണ്ടായ ചില കൊലപാതകങ്ങൾ, കോഴിക്കോട്ടെ ഒരു യുവാവിന്റെ മരണം, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വർദ്ധിച്ച ലഹരിമരുന്ന് ഉപയോഗത്തിന് നേർക്കാണ്. കഴിഞ്ഞ വർഷം മാർച്ചിൽ തിരുവനന്തപുരം കോവളത്ത് വിദേശ വനിതയെ ബലാത്സംഗം ചെയ്ത് കൊന്നത് മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരായിരുന്നു. ടൂറിസ്റ്റ് ഗൈഡ് എന്ന പേരിലായിരുന്നു ലാത്വിയൻ സ്വദേശിനിയെ കൂട്ടിക്കൊണ്ടുപോയത്. പിടിയിലായ 2 പ്രതികളിൽ ഒന്നാമൻ 8 മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായിരുന്നു. രണ്ടാമൻ 6 കേസിലും. കോവളം പനത്തുറ ഭാഗത്തു നിന്നാണ് പ്രതികൾ വിദേശ വനിതയെ കണ്ടൽക്കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്ന് കലർന്ന സിഗരറ്റ് നൽകിയത്. പ്രതികളെ വളരെ വേഗം പിടികൂടാൻ കഴിഞ്ഞെങ്കിലും കേരളത്തെ പിടിച്ചുലച്ച സംഭവമായിരുന്നു അത്. അന്ന് പോലീസ് നടത്തിയ പ്രഖ്യാപനങ്ങൾ കേരളം മറന്നിട്ടില്ല. ക്രിമിനലുകളെയും അവർ തമ്പടിക്കുന്ന സ്ഥലങ്ങളും കണ്ടെത്താൻ ക്രൈം മാപ്പിംഗ് നടത്തി പട്ടിക തയ്യാറാക്കുമെന്നായിരുന്നു അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പു നൽകിയത്. എന്നാൽ പ്രഖ്യാപനത്തിൽ മാത്രം അത് ഒതുങ്ങിപ്പോയി. She was lured into this area, given drugs, and then sexually assaulted and murdered when she resisted. So that is the basic details of what we can disclose now.
ദിവസങ്ങൾക്ക് മുൻപുണ്ടായ അനന്തു കൊലപാതകവും കോവളത്തെ കൊലപാതകവും തമ്മിൽ ചില കാര്യങ്ങളിൽ സാമ്യങ്ങളുണ്ട്. ലഹരി മാഫിയ അംഗങ്ങളാണ് രണ്ടിടത്തും പ്രതികൾ. കൊലപാതകമാകട്ടെ നഗരപ്രദേശത്തോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ പ്രദേശത്തും. രക്തത്തിനൊപ്പം സിരകളിൽ ലഹരി ഒഴുകുമ്പോൾ ക്രൂരത കൂടപ്പിറപ്പാകും. തിരുവനന്തപുരത്ത് അനന്തുവിനെ കൊലപ്പെടുത്തിയത് അങ്ങേയറ്റം ക്രൂരമായിട്ടാണ്. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോലീസ് സാന്നിധ്യമുള്ള തലസ്ഥാന നഗരം. പട്ടാപ്പകൽ കരമന സ്വദേശിയായ അനന്തു ഗിരീഷ് എന്ന 21-കാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊഞ്ചിറവിള ക്ഷേത്രോത്സവത്തോട് അനുബന്ധിച്ചുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത്. നഗരഹൃദയത്തിൽ ദേശീയപാതയ്ക്ക് സമീപം കാടുപിടിച്ച് കിടന്ന പ്രദേശത്ത് 3.5 മണിക്കൂറിലേറെ അനന്തുവിനെ ക്രൂരമായി മർദ്ദിച്ചു. കൈകാൽ ഞരമ്പുകൾ മുറിച്ചു, തലയടിച്ച് തകർത്തു. ലഹരി ഉപയോഗത്തിന് ശേഷമായിരുന്നു 13-അംഗ സംഘത്തിന്റെ കൊടും ക്രൂരത. ഇതിന് തെളിവായി ചില ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലഹരി ഉപയോഗിക്കാൻ സംഘം സ്ഥിരമായി ഒത്തുകൂടാറുള്ള സ്ഥലത്താണ് അനന്തുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇവിടെ ലഹരിയിൽ കൂത്താടി ഒരു സംഘാംഗത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തുവന്നു കഴിഞ്ഞു. ഈ ആഘോഷത്തിന് ശേഷമാണ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. നടന്നതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു, ഒരു അടിക്കുന്ന ശബ്ദം കേട്ടു. അങ്ങനെ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു മരിച്ചുപോയ പയ്യനെ അടിച്ചിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഒരു ബൈക്കിൽ ബലമായിട്ട് പിടിച്ച് കയറിയിട്ട് ഒരാളും കൂടെ പുറകെ കയറിയിട്ട് കരമന ഭാഗത്തോട്ട് സ്പീഡിൽ പോകുന്നതായിട്ടാണ് കണ്ടത്. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് വളച്ച് പെട്ടെന്ന് പോകുന്നതാണ്. പെട്ടെന്നാണ് സംഭവമൊക്കെ പെട്ടെന്ന് നടന്നത്. തർക്കമുണ്ടായതിന് പിറ്റേന്ന് വൈകിട്ടാണ് ബൈക്കുകളിലെത്തിയ സംഘം അരശുമുട്ടിലെ ബേക്കറിയിൽ നിന്ന് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത്. അന്ന് രാത്രി തന്നെ ബന്ധുക്കൾ പോലീസിൽ പരാതിയും നൽകി. തക്ക സമയത്ത് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അനന്തുവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. നമ്മളിത് അറിയുന്നത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഇവൻ്റെ കൂടെയുള്ള അനിയന്മാർ അറിയുന്നത്. ബന്ധുക്കളടുത്ത് നാട്ടുകാർ പറഞ്ഞറിഞ്ഞ് അപ്പം തന്നെ ഇവർ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനും അപ്പം തന്നെ സ്റ്റേഷനിൽ വിളിക്കുകയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ചെയ്തു. അവരപ്പം തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാനപ്പം തന്നെ CCTV പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതൊന്നും കൃത്യമായി പരിശോധിച്ചൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ എന്തായാലും രാത്രി 2:30 മണി വരെ ഫോർട്ട് AC ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. രാത്രി 2:30 മണിക്കാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അതുവരെ ഇവനെ കണ്ടെത്താൻ കഴിയില്ല. ഇവർ പറഞ്ഞ എല്ലാ സ്പോട്ടുകളിലും ഞങ്ങൾ പരിശോധിച്ചു. പോലീസും എല്ലാ ആളുകളും ഞങ്ങൾ ബന്ധുക്കളെല്ലാം കൂടെ പരിശോധിച്ചു. എല്ലായിടത്തും പോയി. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ 8 മണി മുതൽ വീണ്ടും ഈ പുഞ്ചഗിരി ഭാഗത്തൊക്കെ പരിശോധിച്ചു. അവിടെ എങ്ങുമില്ല. ജഡ്ജിക്കുന്ന് മലയുടെ മുകളിലൊക്കെ പരിശോധിച്ചു. AC-യുമായി ബന്ധപ്പെട്ടു, CA-യുമായി ബന്ധപ്പെട്ടു. അവരും അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ക്രൂരമായി അനന്തുവിനെ കൊലപ്പെടുത്തുക മാത്രമല്ല, ദൃശ്യം പകർത്തുകയും ചെയ്തു. പിടിയിലായ പ്രതികൾ 19-നും 21-നുമിടയിൽ പ്രായമുള്ളവരാണ്. ക്രൂരമായ കൊലപാതകം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. അനന്തുവിന്റെ മൃതദേഹത്തിൽ നിറയെ അടിയേറ്റ പാടുകളുണ്ടായിരുന്നു. മർദ്ദനത്തിൽ തലയോട്ടി ഉൾപ്പെടെ തകർന്നു. ഇരു കൈകളിലെയും ഞരമ്പുകൾ മുറിച്ച സംഘം രക്തം വാർന്നു പോകുന്നത് കണ്ട് ആസ്വദിക്കുകയും ചെയ്തു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. സ്ഥിരമായി ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരാണ് അനന്തുവിന്റെ കൊലപാതകത്തിൽ പിടിയിലായവരെല്ലാം. കൊലപാതകം ലഹരിയായി മാറുന്ന ക്രൂരമായ മാനസികാവസ്ഥയിലേക്കുള്ള മാറ്റം ഞെട്ടിക്കുന്നതാണ്. ലഹരി ഉപയോഗം കൂടുന്നതാണ് ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ കാരണം. ഈ കഴിഞ്ഞ 3-4 ഡേയ്സ് ആയിട്ട് 2 കൊലപാതകം അത് അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആണ്. പക്ഷേ ഈ 2 മർഡർ കേസിൽ നമുക്ക് നോക്കിയപ്പോൾ ഒരു കോമൺ ഫീച്ചർ കാണാൻ പറ്റും. ഇതിനകത്ത് അക്യൂസ്ഡ് ആയാലും വിക്ടിം ആയാലും രണ്ടും ഒരു അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ് ആൽക്കഹോളിൻ്റെ ഒരു അഡിക്റ്റ് ആയിരുന്നു. ആ കാരണമാണ് ഈ കൊലപാതകം ആവാനുള്ള കാരണം. ലഹരി വർജനമാണ് നയമെന്ന് പറയുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം പല വിധത്തിലുള്ള ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നവരുണ്ട്. അതിൽ നിയമവിധേയമായ പ്രവർത്തനത്തിലൂടെ
ലഭിക്കുന്ന ലഹരി വസ്തുക്കളുണ്ട്, നിയമവിരുദ്ധമായി ലഭിക്കുന്ന ലഹരി വസ്തുക്കളുമുണ്ട്. ഇത് രണ്ടായാലും ലഹരി ആപത്തായിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പറഞ്ഞാൽ മാത്രം പോരാ, സംസ്ഥാനത്തെ ലഹരിമുക്തമാക്കുന്നതിന് നടപടിയും വേണം. ഇല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. മറക്കരുത്. അടുത്തടുത്ത് 3 കൊലപാതകങ്ങളാണ് ലഹരിമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായത്. ആരാണ് ഉത്തരവാദികൾ? തിരുവനന്തപുരത്ത് ലഹരിമരുന്ന് മാഫിയകളുടെ ഏറ്റുമുട്ടലിനിടെ ശ്രീവരാഹം സ്വദേശി ശ്യാം എന്ന മണിക്കുട്ടൻ കുത്തേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. സംഘർഷം തണുപ്പിക്കാനെത്തിയ ശ്യാമിനെ കുത്തിവീഴ്ത്തുകയായിരുന്നു. ചിറയൻകീഴ് വിഷ്ണു എന്ന യുവാവിനെ ഫോൺ വിവരം ചോർത്തിയെന്ന പേരിൽ ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. പ്രതികളെ പിടിച്ചു എന്നതിനപ്പുറം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പോലീസ് എന്തു ചെയ്തു എന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 കാര്യമാണ്. ഒന്നാമത്തെ ഒരു ബോൾട്ട് പേരായിട്ട് ഒരു ഓപ്പറേഷൻ തുടങ്ങിയതാണ്. ഈ ബോൾട്ടിനകത്ത് 2 ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ടു കർട്ടേൽ ഓൺ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ഫുൾ ജില്ലയിൽ 210 ആൻറ്റി സോഷ്യൽസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ 210 ആൻറ്റി സോഷ്യൽസിന് വി ആർ കീപ്പിംഗ് വളരെ സ്ട്രിക്റ്റ് സർവൈലൻസ്. അവരുടെ വീട് സെർച്ച് ചെയ്യുന്നുണ്ട്, അവരുടെ ജോലി എന്താണ്, അവരുടെ ആക്ടിവിറ്റീസ് എന്താണ്, അവർ ആക്റ്റീവ് ആണോ ഇല്ലയോ, ദാറ്റ് വി ആർ ഡൂയിങ്. അല്ലാത്ത പ്രിവെൻറ്റീവ് അറസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പ്രിവെൻറ്റീവ് അറസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊസീഡിങ് 107 CRPC അല്ലെങ്കിൽ കാപ്പ ബോൾ ഓൾസോ അങ്ങനെ ഫിറ്റുള്ള ആളുണ്ടെങ്കിൽ വിൽ ടേക്ക് ഫോർ ദാറ്റ് ആക്ഷൻ ഓൾസോ. കോഴിക്കോട് യുവാവിന്റെ മരണം അമിത ലഹരിമരുന്ന് ഉപയോഗത്തെ തുടർന്നാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ലഹരി മാഫിയ പിടിമുറുക്കുകയാണ്. കോഴിക്കോട് കൊടിയത്തൂരിലെ ദാനിഷ് എന്ന 26-കാരന്റെ മരണം അമിത ലഹരിമരുന്ന് ഉപയോഗം കാരണമാണെന്ന് സംശയമുയർന്നു കഴിഞ്ഞു. വെള്ളിയാഴ്ചയായിരുന്നു ദാനിഷിന്റെ മരണം. വീട്ടിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം ഇറങ്ങിപ്പോയതാണ് ദാനിഷ്. എന്നാൽ മകന്റെ മരണവാർത്തയാണ് രാത്രി വൈകി വീട്ടുകാർ അറിയുന്നത്. അമിതമായി ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അവശനായ ദാനിഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് കൂടെയുണ്ടായിരുന്നവർ കടന്നുകളയുകയായിരുന്നു. മരുന്ന് കയറ്റിയാൽ എയർ കുടുങ്ങി, ഇല്ലെങ്കിൽ ഇത് ഓവറായി. അങ്ങനെയാണ് കുട്ടി മരിക്കാൻ കാരണം. ഡ്രഗിൻ്റെ കുറച്ചൊരു ശക്തമായിട്ട് നടപടി എടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇൻ ദാറ്റ് ഓൾസോ നമ്മുടെ ജില്ലയിൽ മോർ ദാൻ 150 ഡ്രഗ് പെഡ്ലേഴ്സ് ഓൾറെഡി ഉണ്ട്, നേരത്തെ കേസിൽ ഇൻവോൾവ് ആയ ആൾ. സോ ഈ ഡ്രഗ്സിനകത്ത് ഓൾസോ നമ്മൾ 2 സൈഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഒന്നാമത് ഈ ഒരു സപ്ലൈ സൈഡ് കുറയ്ക്കാനുള്ള നടപടി, രണ്ടാമത് ഡിമാൻഡ് സൈഡ് കുറയ്ക്കാനുള്ള നടപടി. കേരളം ലഹരിയുടെ സ്വന്തം നാടായി മാറുന്നത് അനുവദിച്ചുകൂടാ. സർക്കാർ മാത്രമല്ല ഇടപെടേണ്ടത്, ഉത്തരവാദിത്തമുള്ള പൗരന്മാർ എന്ന നിലയ്ക്ക് കൂടിയാണ്. അണിയറ പൂർത്തിയാകും.